2025-27 വർഷത്തേക്കുള്ള DLED അഡ്മിഷൻ അധികം താമസിക്കാതെ തന്നെ ആരംഭിക്കും. ഓരോ DEO ഓഫീസും വ്യത്യസ്ത സമയങ്ങളിലാണ് അപേക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നത്. ഈ ജൂൺ മാസം 10-ാം തീയതിയോടെ നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ജൂൺ മാസം അവസാനിക്കുന്നതിന് മുൻപ് അപേക്ഷ പൂർണ്ണമായി സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ജൂലൈ മാസം ആദ്യ 2 ആഴ്ചകൾ കൊണ്ട് പ്രയോറിറ്റി ലിസ്റ്റ് പുറപ്പെടുവിക്കുകയും അഡ്മിഷൻ പൂർത്തീകരിക്കുകയും ചെയ്യും. നിങ്ങൾ ഏത് ജില്ലയിലാണോ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ DEO ഓഫീസിൽ വിളിച്ച് അവർ നോട്ടിഫിക്കേഷൻ നൽകുന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗ് ഏതാണെന്ന് ചോദിച്ചു മനസ്സിലാക്കുക. ജൂൺ മാസം ആരംഭിക്കുന്നത് മുതൽ ഈ സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്ന് ദിവസം 2 തവണയെങ്കിലും പരിശോധിക്കുക. അപ്ലൈ ചെയ്യുന്നതുവരെ അങ്ങനെ ചെക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പരമാവധി ഒരാഴ്ച മാത്രമേ അപേക്ഷ നൽകാനുള്ള സമയം ഉണ്ടാവുകയുള്ളൂ. ശ്രദ്ധിക്കുക, ഒരു DEO ഓഫീസിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ കഴിയുകയുള്ളൂ. ഒന്നിലധികം DEO ഓഫീസിൽ അപേക്ഷകൾ അയച്ചാൽ എല്ലാ അപേക്ഷകളും അസാധുവായി പോകും. നിങ്ങളുടെ ജില്ലയിലെ DEO ഓഫീസിന്റെ ഫോൺ നമ്പർ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്ന ചാർട്ടിൽ നിന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങൾ അതാത് സമയത്ത് ഈ ചാനൽ വഴി ഞാൻ പങ്കുവയ്ക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ചാൽ DLEDനെ കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കും. പത്രമാധ്യമങ്ങളിൽ DLEDനെ കുറിച്ചുള്ള വാർത്തകൾ വരാറില്ല. നോട്ടിഫിക്കേഷൻ വരുന്നത് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റിലൂടെയും മാത്രമേ നിങ്ങൾക്ക് അറിയുവാൻ കഴിയുകയുള്ളൂ. DLEDനെ കുറിച്ചുള്ള ഒരു ആമുഖം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നൽകിയിരുന്നു. അതിന് മറുപടിയായി നിരവധി വിദ്യാർത്ഥികൾ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരങ്ങളാണ് ഞാൻ തുടർന്ന് പറയുന്നത്. DLEDനെ സംബന്ധിച്ചുള്ള മിക്ക സംശയങ്ങൾക്കുമുള്ള മറുപടി ഇതിലൂടെ ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു. 2030 DLED അവസാനിപ്പിക്കുന്നു. DLEDന് പിന്നെ വാല്യൂ ഉണ്ടാകുമോ? LP UP അസിസ്റ്റന്റ് എക്സാം പിന്നീട് എഴുതാൻ കഴിയുമോ? പലരും ചോദിച്ച ഒരു പ്രധാന ചോദ്യമാണിത്. തൊഴിലധിഷ്ഠിതമായ ഒരു ഡിപ്ലോമ കോഴ്സാണ് DLED. 2030 ഈ കോഴ്സ് അവസാനിപ്പിക്കുമെന്നുള്ള വാർത്ത എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് എനിക്കറിയില്ല. ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ നടക്കുന്ന DLED കോഴ്സ് 2030 അവസാനിപ്പിച്ചാൽ പോലും അതേ സിലബസ് ഉൾക്കൊള്ളുന്ന മറ്റൊരു കോഴ്സ് നിലവിൽ വരും. അപ്പോൾ തന്നെ PSCയുടെ LP അസിസ്റ്റന്റ് എക്സാമിന് DLEDും CATET കാറ്റഗറി 1 യോഗ്യതയായി പറയുന്നത്. UP അസിസ്റ്റന്റിന് DLEDനൊപ്പം CATET കാറ്റഗറി 2 ആണ് യോഗ്യത. 2030 ശേഷം DLEDന് പകരം മറ്റൊരു കോഴ്സ് അവതരിപ്പിച്ചാലും LP UP അസിസ്റ്റന്റ് എക്സാമുകൾ 2040 വരെയെങ്കിലും DLED യോഗ്യതയുള്ളവർക്ക് എഴുതാൻ കഴിയും. DLEDകാരെ ഉൾപ്പെടുത്താൻ കഴിയുന്ന പുതിയൊരു യോഗ്യതാ പരീക്ഷ CATETന് പകരമായി 2035 അവതരിപ്പിക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് DLED കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസായി പോകുമെന്ന ഭയം നിങ്ങൾക്ക് വേണ്ട. രണ്ടാമത്തെ ചോദ്യം, ഡിഗ്രി യോഗ്യതയുണ്ട്, അതുകൊണ്ട് BEd ആണോ DLED ആണോ നല്ലത്? ഉത്തരം പറയാം. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് BEdനുള്ള അഡ്മിഷൻ പരിശ്രമിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ BEdന് അഡ്മിഷൻ കിട്ടിയില്ല അല്ലെങ്കിൽ കിട്ടത്തില്ല എങ്കിൽ DLED നോക്കാം. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർ വരെ DLEDന്റെ അഡ്മിഷൻ ശ്രമിക്കുന്നുണ്ട്. അവരെ പിന്നിലാക്കിക്കൊണ്ട് +2ന് 95% മാർക്ക് വാങ്ങിയവർ അഡ്മിഷൻ നേടുന്ന കാഴ്ചയാണ് കാണാറുള്ളത്. അപ്പോൾ ഡിഗ്രി ഉള്ളതുകൊണ്ട് DLED പഠിക്കുന്നത് ഒരു കുറവൊന്നുമല്ല. BEdന് പരിമിതമായ സീറ്റുകളെ കേരളത്തിലുള്ളൂ. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ DLED നോക്കുന്നത്. മൂന്നാമത് വന്ന ചോദ്യം, +2 സേ പരീക്ഷയ്ക്ക് റിസൾട്ട് വരാനുണ്ട്, അപേക്ഷ നൽകാൻ കഴിയുമോ എന്നതാണ്. ഉത്തരം പറയാം. DLEDന്റെ അപേക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഹയർ സെക്കൻഡറിയുടെ മാർക്ക് ഉൾപ്പെടുത്താനും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ജൂലൈയിൽ നടക്കുമ്പോൾ +2 മാർക്ക് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യുവാനും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം. നാലാമത്തെ ചോദ്യം, +2 സയൻസിന് 85% മാർക്ക് ഉണ്ടായിരുന്നു, സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? 20% റിസർവേഷൻ സയൻസിന് ഉണ്ടെന്ന് കേട്ടു. ഇതാണ് ചോദ്യം. നിരവധി വിദ്യാർത്ഥികൾ അവരുടെ മാർക്ക് ഉൾപ്പെടുത്തി അഡ്മിഷൻ കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു. ഉത്തരം ഒരുമിച്ച് പറയാം. +2 നിങ്ങൾ ഏത് സ്ട്രീം എടുത്ത് പഠിച്ചു എന്നത് DLEDന്റെ അഡ്മിഷനിൽ ബാധിക്കുകയില്ല. അതിനും മീതെയാണ് കാസ്റ്റ് അടിസ്ഥാനത്തിലുള്ള സംവരണം നടക്കുന്നത്. ഓരോ സ്ഥാപനത്തിലും ഡിസബിലിറ്റി, കാസ്റ്റ് എന്നിവ അടിസ്ഥാനമാക്കി സീറ്റ് സംവരണമുണ്ട്. കാസ്റ്റ് അടിസ്ഥാനമാക്കുന്നത് തന്നെ മുൻഗണനാ വിധത്തിൽ ക്രമീകരിച്ചാണ്. ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് സീറ്റ് കിട്ടണമെങ്കിൽ 95% മാർക്കെങ്കിലും +2ന് ഉണ്ടാകണം. കാരണം അത്രയധികം വിദ്യാർത്ഥികളാണ് അപേക്ഷ നൽകുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ 85 മുതൽ 90% മാർക്ക് മതിയാകും. ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ 80% മാർക്ക് ഉള്ളുവെങ്കിലും സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. മെറിറ്റിൽ സീറ്റ് കിട്ടുന്നതിനെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. അഞ്ചാമത്തെ ചോദ്യം, 81% മാർക്കുണ്ട്, സെൽഫ് ഫിനാൻസിൽ കിട്ടുമോ? മാനേജ്മെന്റ് സീറ്റിന് നോക്കണോ? ഉത്തരം പറയാം. അപേക്ഷ നൽകാൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മെറിറ്റ് സീറ്റിലേക്ക് ഉള്ള അപേക്ഷയും
സെൽഫ് ഫിനാൻസ് സീറ്റിലേക്കുള്ള അപേക്ഷയെ നൽകാനുള്ള ഫോമുകൾ ഡൗൺലോഡ് ചെയ്യുക. 10 രൂപയുടെ കോഡ് ഫീ സ്റ്റാമ്പ് ഒട്ടിച്ച് മെറിറ്റ് സീറ്റിലേക്കും 100 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്ത് സെൽഫ് ഫിനാൻസ് സീറ്റിലേക്കും അപേക്ഷ നൽകുക. മെറിറ്റ് സീറ്റിലേക്കുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും സെൽഫ് ഫിനാൻസ് സീറ്റിലേക്കുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഉള്ള കോൾ ലെറ്റർ നിങ്ങൾക്ക് കിട്ടും. രണ്ടും വ്യത്യസ്ത ദിവസങ്ങളിലായിരിക്കും നടക്കുക. 80% മാർക്കെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ സെൽഫ് ഫിനാൻസ് സീറ്റ് നിങ്ങൾക്ക് കിട്ടുവാൻ സാധ്യതയുണ്ട്. 80%-ലും കുറവാണ് മാർക്കെങ്കിൽ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന സെൽഫ് ഫിനാൻസ് കോളേജിൽ നേരത്തെ തന്നെ, അതായത് നോട്ടിഫിക്കേഷൻ വരുന്ന ദിവസങ്ങളിൽ തന്നെ ചെന്ന് അഡ്മിഷൻ ഉറപ്പാക്കുക. മാനേജ്മെന്റ് വഴി സീറ്റ് എടുത്താൽ സെമസ്റ്റർ ഫീസ് കുറച്ച് കൂടുതലായിരിക്കും. വേറെ ഡൊണേഷൻ നൽകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ജില്ലയിലെ DEO വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ചിൽ നിന്ന് സെൽഫ് ഫിനാൻസ് കോളേജുകൾ ഏതൊക്കെ ആണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയും. ആറാമതായി, ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം: നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യേണ്ട പ്രൊസീജിയർ ഞാൻ വിശദമായി നൽകുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക. ഒരുപാട് ചോദ്യങ്ങളിൽ നിന്ന് ഉയർന്ന നിരവധി സംശയങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുന്നത് പോലെയാണ് തിരഞ്ഞെടുത്ത 6 ചോദ്യങ്ങൾക്ക് ഞാനിവിടെ ഉത്തരം നൽകിയത്. ഇതിനു പുറമെ മറ്റെന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാവുന്നതാണ്. പുതിയൊരു വീഡിയോ വഴിയോ കമ്മ്യൂണിറ്റി ടാബ് വഴിയോ അപ്ഡേറ്റുകൾ നൽകുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.